നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. നടപടി വേണമെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഉയർന്നു വന്നതാണ്. ആ നടപടി എന്ന് പറയുന്നത് ചെറിയ നടപടി ആയിരുന്നില്ല, വലിയ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഉയർന്നു വന്നത്. അത് ആ നടപടിയിലേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? പുറത്താക്കൽ എന്ന നടപടിയിലേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം പാർട്ടിക്ക് കേരളത്തിലുടനീളം തിരിച്ചടിച്ചു എന്നാണ് പാർട്ടിയുടെ 14 ജില്ലാ കമ്മിറ്റികളും തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന നേതൃത്വം എടുത്തത്. അതിനിടയിലാണ് കഴിഞ്ഞ 2 ദിവസമായി ചില കാര്യങ്ങൾ പത്മകുമാർ സുഹൃത്തുക്കൾ മുഖേന എന്ന രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം കോടതിയുടെ ജാമ്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയരുത് എന്നാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കൾ മുഖേന എന്ന രീതിയിൽ ചില കാര്യങ്ങൾ പുറത്തു വരുന്നത്. അത് പാർട്ടിയെ സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ള സംശയങ്ങൾ ഇന്നലെ തന്നെ ഉയർന്നു വരികയും പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരോട് നമ്മൾ പത്രസമ്മേളനത്തിൽ ചോദിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടി നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, പാർട്ടി അതിന്റെ നടപടിയിലേക്ക് പോവുകയും ചെയ്യും. ആത്മകഥ എഴുതുന്നത് ഓരോരുത്തർ എത്രയോ ആത്മകഥ ഓരോരുത്തർ ആൾക്കാർ എഴുതുന്നു, ആത്മകഥ എഴുതട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. സസ്പെൻഷൻ ആയതുകൊണ്ട് പത്മകുമാർ ഒന്നടങ്ങും എന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തിയതാണോ, അതോ പത്മകുമാറിനെ പുറത്താക്കിയാൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് സംശയം പാർട്ടി നേതൃത്വത്തിന് ഉണ്ടായോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടേണ്ടതുണ്ട്. എന്തായാലും ഒരു ഭീഷണിയുടെ മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ കഴിഞ്ഞ ദിവസം ചില വെളിപ്പെടുത്തലുകൾ വരുന്നു. എല്ലാവരും രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ പത്മകുമാറിനെതിരെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് വരാൻ പോകുന്നു എന്ന സൂചനകൾ നൽകുന്നു. എന്ന് വെച്ചാൽ പാർട്ടി വലിയൊരു തോൽവി പിണഞ്ഞതിൻ്റെ പല കാരണങ്ങളിലൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാഗ്രത കുറവുണ്ടായി എന്നുള്ളത് കാരണമാണ് എന്ന പലതരത്തിലുള്ള സ്വയം വിമർശനങ്ങളൊക്കെ ഉയർന്ന ഘട്ടത്തിൽ പത്മകുമാറിനെതിരെ വലിയ നടപടി വരാൻ പോകുന്നു. ആ നടപടിക്ക് മണിക്കൂറുകൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ചില ഭീഷണികൾ ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ വലിയ പണിഷ്മെന്റിലേക്കൊന്നും പോകാതെ ചെറിയൊരു സസ്പെൻഷനിൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒതുക്കുമ്പോൾ ചില നരറ്റീവുകൾ വരും. എന്ന് വെച്ചാൽ മുൾമുനയിൽ നിർത്തി അങ്ങനെ വലിയ നടപടി ഒഴിവാക്കി എന്ന ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് വിശദീകരണം പാർട്ടി നൽകും? സൈഫ് അല്ല, അതിനുള്ള ഉത്തരം CPM-ന്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് നൽകേണ്ടത്. സൈഫു ഇപ്പോൾ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം 2 ദിവസമായി ചില കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ശബരിമല എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ച് തൊട്ടാൽ പൊള്ളും, തൊടാതെ തന്നെ പൊള്ളുന്ന വിഷയമാണ്. അടുത്തൂടെ പോയാൽ തന്നെ പൊള്ളുന്ന അവസ്ഥയാണ് CPM-ന് ശബരിമല എന്നുള്ളത്. കാരണം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ പൊള്ളൽ, അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി അവർ ചെയ്ത പണി ചെറുതൊന്നുമല്ല. അതിനുശേഷമാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാകുന്നത്. അത് ഇതുവരെ കെട്ടടങ്ങിയിട്ടുമില്ല. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM-ന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ ബോധ്യപ്പെട്ട് അതിനകത്ത് കാരണക്കാരനായിട്ടുള്ള ആൾക്കാർ, അതിന്റെ പേരിൽ ജയിലിൽ കിടന്ന ആൾക്കാർ, ആൾക്കാരെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ പൊതു അഭിപ്രായം വരുന്നു. ആ പൊതു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി അതിനകത്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിന്റെ ഘടകമായ ജില്ലാ കമ്മിറ്റിയിലേക്ക് നൽകുന്നു. ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് സസ്പെൻഷൻ മതി എന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ, സൈഫ് ഇപ്പോൾ സൂചിപ്പിച്ച വിഷയങ്ങൾ. ആ വിഷയങ്ങളുടെ പേരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണോ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പാർട്ടി നേതൃത്വത്തെ അദ്ദേഹം എത്തിച്ചത് എന്നുള്ള സംശയവും നറേറ്റീവും, സൈഫ് സൂചിപ്പിച്ച പോലെ നറേറ്റീവ് ഉണ്ടായാൽ സൈഫിനെ തെറ്റു പറയാൻ പറ്റത്തില്ല, എന്നെയും തെറ്റു പറയാൻ പറ്റത്തില്ല, പൊതുസമൂഹത്തിനെയും തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം ആൾക്കാർ അങ്ങനെ ധരിക്കും എന്നുള്ളത് വസ്തുതയാണ്. ഇനി നമുക്ക് അറിയേണ്ടത് എന്തുകൊണ്ട് അങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അതിനകത്ത് CPM പറയാൻ പോകുന്ന ന്യായീകരണം ചിലപ്പോൾ മറ്റൊന്നായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം CPM ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഇതിനകത്ത് കുറ്റപത്രം വരട്ടെ, കുറ്റപത്രം വന്നതിന് ശേഷം പത്മകുമാറിന്റെ കുറ്റം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടട്ടെ, പത്മകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കുറ്റപത്രം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിന്നീട് തുടർ നടപടികൾ സ്വീകരിച്ചോളാം, അതുവരെ ഞങ്ങൾ നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുന്നില്ല എന്നുള്ളതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു വാർത്താ സമ്മേളനത്തിലല്ല, ഞാൻ തന്നെ 3-4 തവണ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. 3-4 തവണ അദ്ദേഹം ഇതേ മറുപടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇപ്പോഴും കുറ്റപത്രം സമർപ്പിക്കുകയോ പത്മകുമാർ ചെയ്ത കുറ്റം എന്താണെന്ന് ബോധ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ബോധ്യപ്പെടാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടതിന് ശേഷം തുടർ നടപടികൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ സ്വീകരിക്കാം എന്ന ന്യായീകരണം പറഞ്ഞ CPM-ന്റെ സംസ്ഥാന നേതൃത്വം അതിൽ നിന്ന് എസ്കേപ്പ് അടിക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തായാലും അതിനകത്ത് കൂടുതൽ വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആ ചർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരും സമയങ്ങളിൽ എന്തായാലും സൈഫുവിനോട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട. സൈഫു ശരി, എന്തായാലും ഈ നടപടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണം, അതിൽ വ്യക്തത വരണം. എത്ര നാളത്തേക്കാണ് ഈ സസ്പെൻഷൻ? ഒരു ചെറിയ കാലയളവിലേക്കാണോ അതോ വലിയൊരു സസ്പെൻഷനാണോ എന്നതൊക്കെ അറിയണം. അങ്ങനെ ഒരു നടപടിയിലേക്ക് പാർട്ടി പോയി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് എന്താണ് സംഭവിച്ചത്, ജില്ലാ സെക്രട്ടേറിയറ്റിൽ എന്താണ് സംഭവിച്ചത്? ഇനിയിപ്പോൾ ഈ നടപടി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന്
നേതാക്കൾ വിശദീകരിക്കുമോ? അങ്ങനെ വിശദീകരിക്കുമ്പോൾ തന്നെ എന്തിന് ഞങ്ങൾ എ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്യുമെന്നതിന്